രാഷ്ട്രീയ നേതാവായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടതെന്നാണ് ആ സംഭവ സ്ഥലത്ത് നിന്നുകൊണ്ട് ആ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുക, പോലീസിന് നിർദ്ദേശം കൊടുക്കുക, പോലീസിനോട് സഹകരിക്കുക, അവിടെ ഉണ്ടാവുക, ഫിസിക്കലി പ്രസൻ്റ് ആവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റാത്തതെന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് താഴേക്ക് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ കഴിയില്ല. ഇറങ്ങിയാൽ ആ സ്റ്റാമ്പേഡ് നടന്ന സ്ഥലത്ത് തന്നെ വീണ്ടും ആൾ കൂടും, അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തെ തൊടാൻ വേണ്ടി ആൾ കൂടും. അപ്പോൾ അതുണ്ടാക്കുന്ന കേസ് വേറെ ആയിരിക്കും. ആ പോലീസ് ഒരുപക്ഷെ അനുവദിക്കില്ല. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ റാലി, ഉദാഹരണത്തിന് സ്റ്റാലിൻ്റെ ഒരു റാലിയിലാണ് സംഭവിക്കുന്നത്, സ്റ്റാലിൻ എന്ത് ചെയ്യും? സ്റ്റാലിൻ അവിടെ മണ്ണിലേക്ക് ഇറങ്ങി നിന്ന് അവരോടൊപ്പം നിൽക്കും. ഇത് അദ്ദേഹത്തിന് നിൽക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അദ്ദേഹം ഒരേ സമയം ആകാശത്തിലെ നക്ഷത്രമായി തുടരുകയും ഭൂമിയിൽ മണ്ണിൽ കാലുറപ്പിച്ച് നിൽക്കുന്ന ഒരു നേതാവായി മാറുകയും ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ അദ്ദേഹം നേരിടുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ചെന്നൈയിലേക്ക് പോകേണ്ടി വന്നത്. അദ്ദേഹത്തിന് ഒരിക്കലും കരൂരിലേക്ക് വരാൻ കഴിയാത്തതിനെയും ചെന്നൈയിൽ ഇരുന്നുകൊണ്ട് തന്നെ ട്വീറ്റിലൂടെയും അല്ലാതെയും നമുക്ക് അദ്ദേഹത്തിന് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുകയോ ചെയ്യേണ്ടി വരുന്നതുകൊണ്ടാണ്. CBI അന്വേഷണമാണെന്നൊക്കെയാണ് വിജയ് പറയുന്നത്. അവിടെയാണ് അദ്ദേഹം ഇതുവരെ പറഞ്ഞ പൊളിറ്റിക്സ് മനസ്സിലാവാത്തത്. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റിലേക്ക് CBI ക്ഷണിച്ചുകൊണ്ട് വരുന്ന ആരുടെ താല്പര്യമായിരിക്കും? ആ CBI അന്വേഷണം ആവശ്യപ്പെട്ടൊരു രണ്ടുപേരാണ്, ഒന്ന് വിജയുടെ പാർട്ടിയും മറ്റൊന്ന് BJP ആണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിലേക്ക് CBI കൊണ്ടുവരിക, അത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രശ്നമാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് CBI സംസ്ഥാന സർക്കാരിന് തന്നെ നീങ്ങുക എന്നൊക്കെ വന്നാൽ അത് ആർക്കാണ് ഗുണം ചെയ്യുക? അത് യഥാർത്ഥത്തിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ്? അതിന് വിജയുടെ പാർട്ടിക്ക് അതുകൊണ്ടുള്ള ഗുണം എന്താണെന്നുള്ളത് മറ്റൊരു ക്വസ്റ്റ്യനാണ്.